സ്വർണ്ണക്കൊള്ളയിൽ ഒന്നാമനും രണ്ടാമനുമൊക്കെ ജയിലിലായിട്ടുണ്ട്. അതോടെ ഒരു കാര്യം വ്യക്തമായി, കൊള്ളയ്ക്ക് പിന്നിൽ പിണറായിയുടെ കൈകൾ തന്നെ എന്നത്. അന്നും സ്വർണം തന്നെയായിരുന്നല്ലോ പിണറായിയുടെ വിഷയം. 2020 നയതന്ത്ര ബാഗിൽ സ്വർണം കടത്തിയെങ്കിൽ ഇന്ന് കട്ടിളപ്പാളിയിലൂടെ കടത്തിയെന്ന് മാത്രം. അന്ന് കടത്തിയതും ഇന്ന് കടത്തിയതും ഒരേ സ്വർണമാണോ എന്ന് മാത്രം ഇനി തെളിഞ്ഞാൽ മതി. കള്ളൻ കപ്പലിൽ തന്നെയെന്ന് ഒന്നാം ദിവസം മുതൽ പ്രതിപക്ഷം ആരോപണം ഉയർത്തുന്നതാണ്. അതുകൊണ്ട് ഈ വിഷയത്തെ ചുമ്മാതെ വിടാൻ ഒരുക്കമല്ല കോൺഗ്രസ് സൈന്യം കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടാണ് പ്രതിഷേധത്തിന് തിരികൊളുത്തുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും. സമരത്തിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആലോചിക്കാൻ KPCC ഭാരവാഹികളുടെയും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെയും MLA-മാരുടെയും യോഗം ഇന്ദിരാഭവനിൽ ചേരും. പ്രതിഷേധ റാലിയിൽ സംസാരിച്ച സണ്ണി ജോസഫ് പറഞ്ഞത്, നമ്മൾ ആദ്യമേ പറഞ്ഞു കള്ളന്മാർ കപ്പലിലുണ്ടെന്ന് എന്നായിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് N വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുമുണ്ട്. 2019 A പത്മകുമാർ അധ്യക്ഷനായ ദേവസ്വം ബോർഡ് കേസിൽ പ്രതിപ്പട്ടികയിലുണ്ട്. പത്മകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ആ കാലയളവിലെ സെക്രട്ടറിമാർ, ഉദ്യോഗസ്ഥർ, മറ്റ് ജീവനക്കാർ എന്നിവരുടെ മൊഴി അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ്. എന്തായാലും സണ്ണി ജോസഫിന്റെ ആ കിടിലൻ പ്രസംഗം ഒന്ന് കണ്ടു നോക്കാം. ശബരിമലയിലെ കോടിക്കണക്കിന് രൂപ വിലയുള്ള കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റി പകരം അവിടെ ചെമ്പ് സ്ഥാപിച്ച പ്രതികളെ മുഴുവൻ പേരെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലും ഇതിനോടകം ഇവിടെ PC വിശ്വനാഥ് ചൂണ്ടിക്കാട്ടിയതുപോലെ സമര പരമ്പരകളും ജാഥകളും നടന്നു കഴിഞ്ഞിരിക്കുകയാണ്.